ഓം ശാന്തി. തൻ്റെ യഥാർത്ഥ സംസ്കാരത്തെ പ്രത്യക്ഷമാക്കി സദാ ഹർഷിതരായിരിക്കുന്ന ജ്ഞാനസ്വരൂപരായി ഭവിക്കട്ടെ. ഏതു കുട്ടികൾ ജ്ഞാനത്തിൻ്റെ മനനം ചെയ്തുകൊണ്ട് അതിൻ്റെ സ്വരൂപരായിരിക്കുന്നു, അവർ സദാ ഹർഷിതരായിരിക്കുന്നു. സദാ ഹർഷിതരായിരിക്കുക ഇത് ബ്രാഹ്മണ ജീവിതത്തിൻ്റെ യഥാർത്ഥ സംസ്കാരമാണ്. ദിവ്യഗുണമാണ്. ദിവ്യഗുണമാണ് സ്വന്തം സാധനം. എന്നാൽ അവഗുണം മായയുടെ സാധനമാണ്. അത് സംഘദോഷത്തിലൂടെ വന്നതാണ്. ഇപ്പോൾ അതിനെ പുറന്തള്ളുക. കൂടാതെ തൻ്റെ ഓൾമൈറ്റി അതോറിറ്റിയുടെ പൊസിഷനിലിരിക്കുക. എങ്കിൽ സദാ ഹർഷിതരായിരിക്കും. യാതൊരു ആസുരീയമായ സംസ്കാരമോ വ്യർത്ഥമായ സംസ്കാരമോ മുന്നിൽ വരാനുള്ള ധൈര്യം പോലും വയ്ക്കില്ല. ഓം ശാന്തി.